ഇതൊക്കെ എന്തിൻ്റെ കവറുകളാ? ഇത്രയൊക്കെ വലിയ വലിയ കവറ്. ഈ കവറുകളൊക്കെ നമുക്ക് മടക്കിയിട്ടില്ലേ വയ്ക്കണം. എന്താണെന്നറിയോ, ഇനി ഓരോ മാസം ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കണ്ടേ? അപ്പോൾ അത് കൊടുക്കുമ്പോൾ കവറിൽ വേണ്ടേ? എങ്ങനെ നമ്മൾ വിചാരിച്ചാലും വീട്ടിൽ കവർ അധികം വെക്കില്ല വിചാരിച്ചാലില്ലേ, കവറുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ കാണിച്ചു തരാം. ഒക്കെ കൊണ്ട് നമ്മുടെ ഈ അടുപ്പ് നമുക്ക് പുറത്തെവിടെയെങ്കിലുമൊക്കെ വെക്കണമല്ലേ. അവിടെയും പുറത്തടുപ്പുള്ളത് കൊണ്ട് പിന്നെ നമുക്ക് ഇവിടെ പുറത്തടുപ്പ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചു. മക്കളുടെ പണിയാണ്, ഓരോരുത്തർ വെച്ചാലേ ഒക്കെ ഇങ്ങനെ കൂട്ടി ഈ കവറ് പറ്റില്ല, വേറൊരു കവറിലാക്കിയിട്ട് ഇടും. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നമ്മുടെ ചാത്തപ്പനൊക്കെ വഴി മനസ്സിലായിട്ടോ നമ്മുടെ വീടിൻ്റെ. കണ്ടില്ലേ, ഇപ്പോൾ വരാൻ തുടങ്ങി. മറ്റേത് അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയുള്ളൂ, ഇപ്പോൾ വിട്ടാൽ ഓടി വരും. നമ്മൾ തുണി തിരുമ്പാനേ, തുണി തിരുമ്പൽ എന്താ, നമ്മൾ അമ്മി വാങ്ങിയില്ല കേട്ടോ. അമ്മി വാങ്ങണമായിരുന്നു. അമ്മി കുറച്ച് ദിവസം കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചു. അത് കാരണം അമ്മി വാങ്ങിയിട്ടില്ല. അതാ ഒക്കെ തിരുമ്പാനുള്ളത് ഇവിടെ വെച്ചതാണ്. നമ്മളൊരു ദോശക്കല്ല് വാങ്ങിയില്ലേ, ആ ദോശക്കല്ലിൽ ഇന്നലെ പുളി ഒഴിച്ച് തിളപ്പിച്ച് വെച്ചിട്ടോ. ഇന്നിതാ നമ്മളിത് കണ്ടോ, ഇത് നല്ലെണ്ണ തേച്ചിട്ട് വെയിലത്ത് വയ്ക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ വെയിലത്ത് എവിടെ വയ്ക്കാം? അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എവിടെയും വെയിൽ കാണും, ഇവിടെ മാത്രമേ കുറച്ച്. അപ്പോൾ 2 ദിവസം അങ്ങനെ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ചെയ്യും. ഇതും കൊണ്ട് എന്താണെന്നറിയോ ഒരു ഗുണം, നമുക്ക് നീർദോശ ഉണ്ടാക്കാം, അതേപോലെ തന്നെ ദോശ ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ 2 ഗുണമുണ്ട്. പക്ഷെ ദോശക്കല്ല് വാങ്ങണം. അത് ഞാൻ പറഞ്ഞിരുന്നു ദോശക്കല്ല് എനിക്ക് വേണം എന്നുള്ളത്. അപ്പോൾ അമ്മ എന്ത് പറഞ്ഞു എന്നറിയോ, അമ്മ അവിടെ നിന്ന് വരുമ്പോൾ വാങ്ങിയിട്ട് വരാട്ടോ പറഞ്ഞു. എന്താ നമ്മൾ എടുക്കുന്നത് ചിലപ്പോൾ ശരിയായില്ലെങ്കിലോ എന്നുള്ള ഒരു പേടി. അപ്പോൾ ചെയ്ത് തരാമെന്ന് വിചാരിച്ചിട്ട് ഇതെന്തിനാന്ന് മനസ്സിലായോ? ഇതിൽ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടില്ലേ, ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ലാത്ത സമയത്ത് കൊണ്ടാട്ടമായിട്ട് എടുക്കാം കേട്ടോ. ഉപ്പുള്ള നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എൻ്റെ അമ്മ ചെയ്യാറുണ്ട് കേട്ടോ. കുറച്ച് നൂൽപുട്ടൊക്കെ ബാക്കി വരുമ്പോൾ അങ്ങനെ ഉണക്കിയിട്ട് കൊണ്ടാട്ടം ഉണ്ടാക്കും. അത് വറുത്ത നല്ല ടേസ്റ്റാണ്. അയ്യോ ചക്കര കുടുംബയോ ബയോ. അമ്മ ആവി പിടിക്കാൻ വേണ്ടിയിട്ടേ ആവി പിടിച്ച് വെച്ചതാണ് കേട്ടോ. ഇത് അമ്മ പഠിക്കുന്നത് ഇവിടെ വെച്ചതാണ്. ഈ സ്പൂണുകളൊക്കെ എന്തിനാണ് കൊണ്ടുപോകണമാണാവോ? ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ സ്പൂണാണ് കേട്ടോ. സ്വർണ്ണക്കരണ്ടി. ചിലർ പറയില്ലേ സ്വർണ്ണക്കരണ്ടി കൊണ്ട് ജനിച്ചതാണെന്ന് പറയില്ലേ, അതുപോലെ അല്ലേ ഏട്ടാ. 4 എണ്ണം ഉണ്ട് കേട്ടോ. ഇതിൽ 3 എണ്ണേ കാണാറുള്ളൂ, 1 കാണാനില്ല. 1 എവിടെയാണ് പോയാണോ? അപ്പോഴേ നമുക്ക് 2 ദിവസം കുക്കിങ് എനിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്താ വെച്ചാൽ ഇവർ മലയ്ക്ക് പോകണം കൊണ്ട് അവിടെ അമ്മ ഭക്ഷണം ഉണ്ടാക്കണത് 2 ദിവസമല്ല 3 ദിവസം. എനിക്കിനി 2 ദിവസമല്ലേ. തിങ്കളാഴ്ച ഏട്ടൻ മാലയിടും, ഏട്ടനവർ. അപ്പോഴേക്ക് ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് വേണം സായന്മാർക്ക് ഇങ്ങോട്ട് വരാൻ. നമ്മ അവിടെ കറിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മൾ ഈ പെണ്ണുങ്ങളാവുമ്പോഴേ വിചാരിക്കുന്ന സമയത്ത് പോയിട്ട് വരാൻ പറ്റില്ല. കുറച്ചിങ്ങനെ വഴുകും. എന്താ ചെയ്യാൻ പറ്റിയാലേ. ഇപ്പോൾ ഇതാ കാസറോളിൽ വെള്ളമാക്കിയിട്ട് വെക്കാൻ പറഞ്ഞില്ലേ നമ്മൾ. കാസറോളിൽ എന്ന് പറയുന്നത് ഇതിൽ വെള്ളമാക്കിയിട്ട് വെക്കണേ. ജഗ്ഗിൽ വെള്ളമാക്കിയിട്ട് വെക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ കൂട്ടുകാരെ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഫുൾ വെള്ളം താഴേക്ക് ഒഴിച്ചു വിടുകയാണേ. അപ്പം അത് കാരണം അത് എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മളവിടെ ഒരു ചെമ്പിൽ വെള്ളം വെച്ചേക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഇതിലൊക്കെ ചവിട്ടിയിട്ട് ഇതിങ്ങനെ നീക്കിയിട്ട് ഇതിൽ ചവിട്ടുക.
ഇതിൽ ചവിട്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറുക. എത്ര ദിവസം ഇതുണ്ടാവും ഒന്നും അറിയില്ല. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇവിടെയൊക്കെ തപ്പലാണ് കേട്ടോ അപ്പോൾ പണി. ഫുൾ തപ്പൽ. ഇത് കൊണ്ടേ കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ ഫുൾ മക്കളുടെ തപ്പലാട്ട പണി. ഞാൻ ഈ പാത്രം ഈ ഗ്ലാസ് കുറേ ദിവസമായി ഇവിടെ വെക്കണം എന്ന് വിചാരിക്കണു. കാരണം ഇത് 2-3 നമ്മളെടുത്ത് ആരെങ്കിലുമൊക്കെ വരുന്ന ജ്യൂസ് കൊടുക്കുകയോ വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഗ്ലാസ് ഇവിടുത്തെ ഇത് കൊണ്ടേ കൊടുക്കട്ടെ കേട്ടോ. ഇത് അപ്പോഴേ അവിടെ വൃത്തിയായി കിടക്കുള്ളൂ. കേട്ടോ ഇനി ഒരു ഗ്ലാസ് ഉണ്ട്. ഒരു ഗ്ലാസ് കാണാനല്ല, കള്ളം കൊണ്ടേ തോന്നുന്നു. ഓ അവിടെ അല്ലേ അവിടെ. ഇതൊക്കെ ഒന്ന് ഇനി നമുക്കൊരു സംഭവം എന്താ വേണ്ടതെന്നറിയോ? പാത്രങ്ങൾ കഴുകി വെച്ച് കഴിഞ്ഞാൽ ഇടാനൊരു കൊട്ട. എന്നിട്ടത് വെള്ളം വാരാണ്ട് നമ്മൾ ഈ ഫ്ലൈവുഡിക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് വേഗം നാശമായി പോലും. അപ്പം അതിന് പറ്റിയൊരു സ്റ്റീലിൻ്റെ കൊട്ട കണ്ടിരുന്നു ഓൺലൈനിൽ നിന്ന്. അപ്പം പക്ഷെ അത് ആരെങ്കിലും വാങ്ങിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ കാണാൻ നല്ല സ്ഥലം. ഇതിന് എന്തെങ്കിലും വേസ്റ്റൊക്കെ ഇട്ട് വെക്കാൻ ഇങ്ങനെ ആയില്ലേ. അപ്പം ഞാനിവിടേക്കൊന്ന് അടിച്ചൊരു തുടയ്ക്കട്ടെ കേട്ടോ. അടിച്ചൊരു തുടച്ചിടണം. എന്താ ഇത് കണ്ടോ, ഇത് നമുക്ക് എന്താ ഫങ്ഷൻ അടിച്ച് തന്നിരുന്നില്ലേ ദാസൻ. എന്തായിട്ട് അവരുടെ ഇതിൻ്റെ പേര് കാണിച്ചു കൊടുക്കില്ല. നച്ചമുട്ടായി വാങ്ങിത്തില്ല. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഡ്രസ്സുണ്ടോ? നമ്മൾ ഫങ്ഷൻ്റെ ആ സമയത്ത് നമുക്ക് ഡ്രസ്സ് അടിച്ച് തന്നില്ലേ, നമ്മുടെ തൊട്ടടുത്തുള്ളതാണെന്ന് പറഞ്ഞില്ലേ, കലാരഞ്ജിനി ഗാർമെൻറ്റ്സ്. അപ്പോൾ അവിടെ നിന്ന് അടിച്ച് തന്നതാണ് കേട്ടോ. ഞാൻ അടിക്കാൻ പറഞ്ഞിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇതും എനിക്കിഷ്ടമായി. നമ്മുടെ ഫങ്ഷൻ്റെ ഡ്രസ്സില്ലേ അതും ഇഷ്ടമായി. ഞാൻ വേറൊന്നും കൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, എംബ്രോയിഡിങ് വർക്കൊക്കെ നോക്കി നോക്കൂ. നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട് അല്ലേ ഏട്ടാ? ഏട്ടന് ഇഷ്ടമായില്ല? ഞാൻ ഇന്നലെ ഇട്ടിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേട്ടോ. അതുകൊണ്ടോ നല്ല രസമുണ്ട്. വർക്കുകളൊക്കെ കണ്ടില്ലേ. എന്താണ് പുളിമുട്ടായിയോ? നല്ല രസമുണ്ടോ അങ്ങനെ ഇരിക്കാൻ? ഇത് വറക്കണോടത്തുനിന്ന് വാങ്ങിയതാ? എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. അതേപോലെ അമ്മ കോങ്ങാടില്ലേ വെളിച്ചെണ്ണയിൽ വറക്കണ വത്തലുണ്ട്, ചിപ്സ് അല്ലേ? വെളിച്ചെണ്ണ തന്നെ വറുത്ത തന്നെ. ഇപ്പം ആ വെളിച്ചെണ്ണയുടെ ആ ടേസ്റ്റ് നന്നായിട്ടുണ്ട്. നാളെ പറ്റിയേട്ടാ ഒരു ഇടിച്ചക്ക ഇടണം കേട്ടോ. ഇടിച്ചക്ക ആയിട്ടുണ്ട്. പുളി ഇതെവിടുന്ന പുളി കിട്ടി? എത്ര 1 കിലോ കിട്ടിയുള്ളൂ. ആ ശരി. അറുത്ത പുളിയാണ്. ആ ശരി. 160 രൂപയും. അപ്പോൾ കുരു കളഞ്ഞ പുളിക്ക് അന്ന് എത്ര ഉണ്ടായിരുന്നു? 160. അത് നല്ല പുളിയായിരുന്നോ? നമുക്കൊരു 5 കിലോ വാങ്ങാം. 5 കിലോ വാങ്ങിയാൽ തികയില്ല അല്ലേ? 5 വാങ്ങിട്ട് മതിയോ? കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയിട്ട് തികഞ്ഞില്ലല്ലോ. നമ്മൾ ഈ മീൻപുളി വെക്കോണ്ടല്ലമ്മ. പിന്നെ വാങ്ങിയത് നല്ല പുളിയാണല്ലോ. ഭരണിയിൽ എന്തിലിട്ട് ഏതാ ഭരണിയിലല്ലേ ഇട്ടേക്ക്? മൺചട്ടിയില മൺകലത്തിലിട്ടേക്കല്ലേ? മൺകലത്തിൽ. ഓ മൺകലം എങ്ങനെ പൊട്ടാണ്ടിരിക്കണ് ഇത്ര കാലൊക്കെ? നമുക്ക് ഇപ്രാവശ്യം കാനർത്തുനിന്ന് അമ്മ പുളി കൊണ്ടുവന്ന് തരാന്നൊക്കെ പറഞ്ഞത്. അവിടെ കൊടംപുളി പുളി സാധാ പുളി. അതിന്റെ വീഡിയോ ഇട്ടാണല്ലേ പുളി ഇതിരുന്നത്.
കഴിഞ്ഞ പ്രാവശ്യം ഭരണിയിൽ എന്തിലിട്ട് വെച്ചാൽ ഭരണി തന്നെ അല്ലേ മൺപാത്രത്തിൽ എന്തിനാ ആ ശരി കഴിഞ്ഞല്ലേ കഴിഞ്ഞ കൊല്ലം കുരു കുത്തിയ പുളി വാങ്ങിയ ഇത് ആ ശരി കുരുമുളക് കൊടുത്തിട്ട് വലിയൊരു കലമാണല്ലേ കല ഇനി 2 ഉണ്ട്, ഇനി എന്ത് കല വാങ്ങണം? വലിയ കലുണ്ടോ? വലിയ കലുണ്ടോ? ചോറ് വെക്കണ ആ വലിയ ചെമ്പ് 600 ഉറുപ്പ്യായിരുന്നു. ഇതിങ്ങനെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ തിന്നിട്ടോ. ബാടാ ബാ ചാത്തോ ബാ നോക്ക് പുതിയ വീട്ടിൻ്റെ ഉള്ളിലേ മുന്തിരി തിന്നിട്ട് ആ ഹാളിലൊക്കെ എന്താ മുന്തിരി ഇട്ടക്കണ് പറഞ്ഞിട്ടാ ചുമരക്കൂടെ വെച്ച് വെച്ചിട്ടുണ്ടോ? എന്നാൽ ഇന്ന് കഴുകേണ്ടി വരും, അല്ലെങ്കിൽ ആ കളർ വന്ന പൂവില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് ഏട്ടാ, ഞാൻ കഴിച്ചോളി. എന്ത് ചായ മുളകിട്ടിട്ട് തരിപ്പ് കയറി അവിടെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി തന്നാ ഒരെണ്ണം തിന്നപ്പോഴേക്ക്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റ് വരുന്നില്ല കേട്ടോ, നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റ് വരുന്നില്ല. അത് അത്ര നൈസായിട്ട് അരിഞ്ഞിട്ട് എടുക്കൊണ്ടാണ് അത്. ഇത് അരിയുന്ന സാധനം കൊണ്ട് അരിയും നമുക്ക് പറ്റണാവില്ലേ? ഇത് അരിയുന്ന സാധനം കൊണ്ട് ഇങ്ങോട്ട് വരും അരിയും പോലെ. ചായ എടുത്തിട്ട് അതാ ചായ എടുത്തിട്ട് സുകന്യയും കുട്ടികളും സുകന്യയുടെ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പൊ അങ്ങനെ പെണ്ണുങ്ങൾ കടയ്ക്ക് പോയി. ശരി അല്ല അവിടെ കാണാല്ലേ. മറ്റന്നാ ഇവര് മാല ഇടും കേട്ടോ. ഏട്ടനൊക്കെ ബുധനാഴ്ചയാണ് മാല ഇടാന്ന് വിചാരിച്ചത്. ബുധനാഴ്ച ഇട്ട് കഴിഞ്ഞാൽ വ്യാഴം കഴിഞ്ഞാൽ വെള്ളി കഴിഞ്ഞാൽ ശനിയാഴ്ച രാവിലെ കിട്ടും നിറച്ച് പോകാനിട്ട്. ഇപ്രാവശ്യം അധികം നമുക്ക് നോമ്പോ അതേപോലെ തന്നെ ഇതൊന്നും കിട്ടിയില്ല ചേട്ടാ. കുളിച്ച് കഴിഞ്ഞ് കുടിക്കുന്നുണ്ട്, പക്ഷെ കാര്യം മാല ഇട്ട് കഴിഞ്ഞാലാണ് ഒന്നും കൂടി. എനിക്ക് മാല ഇട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ നോമ്പെടുക്കുന്നത് ഇഷ്ടം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്നറിയോ, എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠയോടെ പോകും. മറ്റേത് മാല പറ്റണ്ടേ പറ്റണ്ടേ. കഴിഞ്ഞ ബുധനാഴ്ച ഇടാൻ വിചാരിച്ചാണ്. അപ്പം എന്നാൽ ഒരാഴ്ചയുടെ മുകളിൽ കിട്ടുമല്ലോ, അപ്പം കിട്ടിയില്ല. ഇതൊന്ന് കഴിഞ്ഞ് കിട്ടണം. കാണിപ്പാട്ട് നമ്മൾ അല്ലെങ്കിൽ എന്താ പ്രാവശ്യം ഒഴിവാക്കുക പറ്റാതെയൊക്കെ ആകുമ്പോഴേ ബുദ്ധിമുട്ടല്ലേ ചോദിച്ചാൽ അപ്പോഴേക്കും നമ്മൾ കാണിപ്പാട്ടൊക്കെ ഏൽപ്പിച്ചു കേട്ടോ. ആൾക്കാരെ എല്ലാം വണ്ടിയൊക്കെ ഏൽപ്പിച്ചു. സംഭവിക്കുന്ന അറിയില്ലല്ലോ. അപ്പം അത് കാരണം പറയാനുള്ളവരൊക്കെ പറയുകയും ചെയ്തു, ഏൽപ്പിക്കാനുള്ളവരൊക്കെ ഏൽപ്പിക്കുകയും ചെയ്തു. അമ്മയ്ക്ക് വേണ്ടേ ഇതെടുക്കും? അതന്നെ അല്ല, സാധാരണ നമ്മൾ പോണ രീതിക്ക് തൃപ്തിയായിട്ട് പോകാൻ പറ്റിയില്ല പ്രാവശ്യം. പിന്നെ ആഗ്രഹിച്ച പോലെ പോയിട്ട് വരാം, വെറുതെ ഒരു പോയിട്ട് വരാന്ന് മാത്രം. നമ്മുടെ മനസ്സിൽ വിചാരിച്ച പോലെ ആയില്ല അല്ലേ? മനസ്സിൽ വിചാരിച്ച കാര്യം അല്ല, നമ്മൾ വേണ്ടാച്ചിട്ടല്ല, അതിൻ്റെ സാഹചര്യങ്ങൾ അതിനൊത്തു വന്നില്ല. എന്തപ്പോൾ ചെയ്യണം? അപ്പോൾ നമ്മളേ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. ചായയോടി ഇതൊക്കെ കുക്കിങ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അത് ഇനി എന്തായാലും 2 ദിവസം കഴിയട്ടെ, എന്നിട്ട് കുക്കിങ്ങൊക്കെ ചെയ്യാം. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.